الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിച്ച് അവൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിമായ ഒരു വ്യക്തി ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ടതായ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിന് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇസ്ലാം നൽകുന്നില്ല. ഏത് തിരക്കിലാണെങ്കിലും എത്ര തന്നെ വലിയ കാര്യങ്ങളുണ്ടെങ്കിലും നമസ്കാരം ഒരാൾക്കും ഒഴിവാക്കാൻ പാടുള്ളതല്ല.
എന്നാൽ ഇന്നത്തെ മുസ്ലിം സമൂഹം ഈ വിഷയത്തിൽ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. നമസ്കാരം വേണ്ടത്ര ശ്രദ്ധിക്കാത്ത, ഓരോ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുകയും പിന്നീട് ഖളാ വീട്ട എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു വിഷയം. ഇങ്ങനെ ഖളാ വീട്ടുന്ന ഒരു ഏർപ്പാട് ചില ആളുകളിലൊക്കെ കാണാൻ പറ്റും. കല്യാണ വേളകളിൽ നമസ്കാരത്തിന്റെ സമയമായാൽ അവർ നമസ്കരിക്കൂല. യാത്രകളിൽ, വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമസ്കരിക്കൂല. എന്നിട്ടെല്ലാ നമസ്കാരം കൂടി രാത്രിയിൽ ഒറ്റ നിർവഹിക്കല്, പേര് ഖളാ വീട്ടാന്നും പറയും. ആ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഷഹാദത്ത് കഴിഞ്ഞാൽ രണ്ടാമതായിക്കൊണ്ട് നമസ്കാരമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, സ്വർഗത്തിലുള്ള ആളുകള് നരകക്കാരോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത് എന്ന്. അതിലൊരുപാട് കാര്യങ്ങൾ, നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ അവർ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. അപ്പൊ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധനത്തിനും വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഓ മുആദേ, താങ്കൾ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അല്ലാഹുവിലേക്ക്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളും തന്നെ ഇല്ല എന്ന സാക്ഷ്യത്തിലേക്കാണ് ഒന്നാമതായി ക്ഷണിക്കേണ്ടത്. അങ്ങനെ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കി, തൗഹീദ് മനസ്സിലാക്കിയെങ്കിൽ രണ്ടാമതായി അവർ അറിയിക്കേണ്ടത് ഫഖ്ബിർഉം, അവരെ താങ്കൾ അറിയിക്കണം, അന്നല്ലാഹു ഖദ് ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ 5 നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫീ യൗമിഹിം വലൈലതി, അവരുടെ രാവും പകലുമായിട്ട് ഒരു ദിവസം 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. ഈ വിഷയത്തിൽ അവർ നിന്നെ അനുസരിച്ചാൽ പിന്നെയാണ് അടുത്തത് അവരോട് പറയേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സക്കാത്തിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചൊക്കെ ഇത് അംഗീകരിച്ചിട്ടില്ല, ഇത് അവർ നിർവഹിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മറ്റുള്ളതിന് പ്രസക്തിയില്ല എന്ന് പ്രവാചകൻ പ്രത്യേകം പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ അവർ താങ്കളെ അനുസരിച്ചാലാണ് പിന്നെ സക്കാത്തും അതുപോലെ മറ്റുള്ളതൊക്കെ അറിയിച്ചു കൊടുക്കേണ്ടത് എന്ന്. അത്ര പ്രാധാന്യമുണ്ട്. നിസ്കരിക്കാതിരുന്നാല് ദീനിന്നങ്ങ് പുറത്താണ്, ഇസ്ലാമിക വൃത്തത്തിലേക്ക് പിന്നീട് കടക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്ന് പുറത്തുപോയി ഒരു സംശയവുമില്ല. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാത്ത്, നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ, അഥവാ നമുക്കും കാഫിറുകൾക്കും ഇടയിലുള്ള, മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ഇടയിലുള്ള, മുഅ്മിനീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഇടയിലുള്ള കരാർ എന്ന് പറയുന്നത് അസ്വലാത്ത്, അത് നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ,
ആർ അത് ഉപേക്ഷിച്ചോ അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി എന്ന് അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധയുള്ള ആളുകൾ അല്ലെ, കല്യാണ വേളകളിൽ ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. സ്വന്തം വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് ബാപ്പ നിസ്കരിക്കൂല, നിസ്കരിക്കുന്നത് അപൂർവം, അത്രയും ദീനുള്ള ആളുകളെ നിസ്കരിക്കുള്ളൂ. അല്ലാത്തവര് അന്ന് 100 മസുറൊക്കെ കണക്കാ. പുതിയാപ്പിളയും പുതിയണ്ണും നിസ്കരിക്കൂല. പുതിയണ്ണും പുതിയാപ്പിളൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി റെഡിയായത് എന്ത് ചെയ്യും? ഒതെടുക്കുമ്പോ പോകും. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാം. എന്താ പറഞ്ഞത്? നരകത്തിൽ പ്രവേശിച്ചതിന്റെ ഒരു കാരണം പറഞ്ഞത് ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. ദീനുൽ ഇസ്ലാം എന്ന് പുറത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമസ്കരിക്കാത്തവന് അള്ളാഹുവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അള്ളാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ പറയുന്നു, ഇന്നി ഫറൽതു അലാ ഉമ്മതിക ഖംസ സലവാത്ത്, തീർച്ചയായും നിന്റെ ഉമ്മത്തിനെ ഞാൻ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി. വാഇതു ഇന്ദി അഹദ, അത് ഞാൻ ഇപ്രകാരം അവരിൽ നിന്നത് കരാർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു, 5 നേരത്തെ നമസ്കാരത്തെ. എന്നിട്ട് അല്ലാഹു പറയാണ്, അന്നഹു മൻ ജാഅ യുഹാഫിദു അലൈഹിന്ന ലിവഖ്തിഹിന്ന, ആരത് സമയത്ത് കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നുവോ അദ്ഖൽതുഹുൽ ജന്ന, ഞാൻ അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വമൻ ലം യുഹാഫിദു അലൈഹിന്ന, ആരത് കൃത്യമായി അതിന്റെ സമയത്ത് നിർവഹിക്കാതിരിക്കുന്നുവോ, അതിനെ ശ്രദ്ധിക്കാതിരിക്കുന്നുവോ, ഫലാ അഹ്ദലഹു ഇന്ദി, അവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി മാത്രല്ല, നമസ്കാരത്തിന് ഒരുപാട് മേന്മകളുണ്ട്. നമസ്കരിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മ്ലേച്ഛതകൾ ഇല്ലാതാക്കുന്നു എന്ന്. ജീവിതത്തിലെ തിന്മകളും നീചവൃത്തികളും ഒരു വൃത്തികേടും പിന്നെ ഉണ്ടാവില്ല ജീവിതത്തിൽ. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് അങ്കബൂത്തിന്റെ 45-ാമത്തെ വചനം അല്ലാഹു പറയാണ്, വാഖിമിസ്സലാത്ത, നീ നമസ്കാരം നിർവഹിക്കണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീചവൃത്തികളെയും തിന്മകളെയും തടുത്തു കളയുന്നു. ശരിയാവണ്ണം നിസ്കരിക്കുന്ന ഒരാളിൽ ഒരു തിന്മയുണ്ടാവില്ല, ഒരു നീചവൃത്തി ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കണില്ലേ ദിവസം, അല്ലെ? നമ്മൾ ഈ തിന്മല്ലേ, തെറ്റുകൾ നമ്മൾ ചെയ്യല്ലേ? അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന മുറപ്രകാരം നിസ്കരിക്കുന്നില്ല, ആത്മാർത്ഥമായ രീതിയിൽ നമസ്കരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. വൈൽ എന്നുള്ളതിന് നരകത്തിന്റെ ഒരു പേരായിട്ടും പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീറിൽ കാണാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നും വിശദീകരണം വന്നിട്ടുണ്ട്. എന്തായാലും ഏത് നമസ്കാരക്കാർക്കാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ, നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകൾ, അതുപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർ, റിയാദ് ശിർക്കുൽ അസ്ഗർ ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നവർ. അപ്പൊ ആ രൂപത്തിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അശ്രദ്ധമാവരുത്. ഭക്തിയോട് ഖുശൂഅോട് കൂടിയിട്ട് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ തിന്മ ഉണ്ടാവില്ല എന്നർത്ഥം. വെറുതെ ഉള്ള ഒരു തലകുത്തി മറിച്ചിലാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളിൽ തെറ്റുകൾ കടന്നു വരുന്നത് തന്നെയാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമതായി ശ്രദ്ധിക്കുക, നന്നായി നമ്മൾ ഖുശൂഅോടുകൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പിന്നെ തെറ്റുകൾ ചെയ്യൂല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ,
പ്രവാചകരെ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്, അഫ്ളലായത് ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു. അതിൽ ഒന്നാമതായി പറഞ്ഞത് അസ്വലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. രണ്ടാമത്തേത് പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യല്. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇങ്ങനെ ഒന്നാമതായി അവിടെ പറഞ്ഞു നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന്. അതിന്റെ സമയത്ത് നിർവഹിക്കാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ളുഹറിന്റെ സമയത്ത് ളുഹറന്നെ നിസ്കരിക്കണം, വേറെ ഏതെങ്കിലും സമയത്തല്ല, ഖളാ വീട്ടിലല്ല. സുബഹ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പ്രവാചകൻ നിസ്കരിച്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് നിസ്കരിക്കണം. സൂര്യ ഉദിച്ചതിന് ശേഷം നിസ്കരിച്ചിട്ട് കാര്യമില്ല, ആ നിസ്കാരം പിന്നെ സ്വീകരിക്കൂല എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ് നമസ്കാരം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അല്ലെ. നമ്മൾ എത്രയാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ സിറാത്ത് മുസ്തഖീമിലൂടെ വഴി നടത്തണേ, ഞങ്ങളെ നേരായ പാതയിലാക്കണേ. 5 നേരം ദിനേന ചോദിക്കാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അതിലും ചോദിക്കാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായൊരു ആരാധനയാണ് നമസ്കാരം എന്ന് മനസ്സിലാക്കുക. നമസ്കാരത്തിലെ ഓരോ ദിക്ർ ദുആകളുടെ അർത്ഥം ഇങ്ങനെ മനസ്സിലിങ്ങനെ തട്ടിയിട്ട് നമ്മളത് പ്രാർത്ഥിക്കുമ്പോ, അങ്ങനെ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിനൊരു ഖുശൂ വരുന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കണം. നമസ്കാരത്തിൽ ഓരോ പ്രാർത്ഥനകളുടെയും ദിക്റുകളുടെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. അപ്പൊ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് തിന്മകൾ കഴുകിക്കളയുന്ന നമസ്കാരം എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് കൂടി, വാതിലിന്റെ അടുത്ത് കൂടി ഒരു പുഴ ഇങ്ങനെ ഒഴുകിപ്പോണുണ്ട്, എല്ലാ ദിവസവും ആ പുഴയിൽ വെച്ച് നിങ്ങൾ കുളിക്കുന്നു, എന്തെങ്കിലും ശരീരത്തിൽ അഴുക്ക് ബാക്കിയുണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ലാ യുബ്കി മിൻ ദർനിഹി ശൈഅൻ, ശരീരത്തിൽ ഒരു അഴുക്കും തന്നെ ബാക്കി ഉണ്ടാവൂല. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഫദാലിക മിസ്ലു സ്വലവാത്തിൽ ഖംസ്, ഇപ്രകാരമാണ് 5 നേരത്തെ നമസ്കാരം. യംഹുല്ലാഹു ബിഹി അൽ ഖതായ, അല്ലാഹു ആ നമസ്കാരം കൊണ്ട് തിന്മകളെ മായ്ച്ചു കളയുന്നു എന്ന്. തിന്മകളെ മായ്ച്ചു കളയുന്നു. പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നമസ്കാരം എന്ന് പറയുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട് 5 നേരത്തെ നമസ്കാരങ്ങൾ, ഓരോ നമസ്കാരത്തിനും ഇടയിൽ വരുന്ന തിന്മകളെ അത് മായ്ച്ചു കളയും, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ എന്ന് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി നമസ്കരിച്ചാലുള്ള നേട്ടം എന്ന് പറയുന്നത് നമസ്കാരം പ്രകാശവും രക്ഷയുമായി കൊണ്ട് അന്ത്യനാളിൽ ഉണ്ടാകും എന്നതാണ്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും അതിനെ നിലനിർത്തിയോ, നമസ്കാരത്തെ നിലനിർത്തിയോ, കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ, ആ നമസ്കാരം അവന് ഖിയാമത്ത് നാളിന്റെ അന്ന് പ്രകാശവും തെളിവും അതുപോലെ മോക്ഷം രക്ഷയുമായി മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വമൻ ലം യുഹാഫിദ് അലൈഹാ, ആർ അതിനെ നിലനിർത്താതിരുന്നുവോ, ലം യകുൻ ലഹു നൂറൻ വലാ ഖുർആനൻ വലാ നജാതൻ, അവന് നമസ്കാരം അന്ത്യനാളിൽ പ്രകാശമോ തെളിവോ രക്ഷയോ ആയി മാറുകയില്ല. മാത്രല്ല അവൻ അന്ത്യനാളിൽ ആരുടെ കൂടെയാണ്, വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വ ഫിർഔന വ ഹാമാന വ ഉബയ്യ് ഇബ്നു ഖലഫ്, അവൻ അന്ത്യനാളിൽ ഖാറൂന്റെയും ഫിർഔന്റെയും ഹാമാന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഒക്കെ കൂടെയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അവിടെ പരലോകത്ത് നമസ്കാരം പ്രകാശവും രക്ഷയുമായിട്ടുണ്ടാവും. നമുക്ക് അത് കൃത്യമായിട്ട് നിലനിർത്തി ചെയ്യുകയാണെങ്കിൽ, അല്ലാത്തവർക്ക് അത് ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പദവികൾ നമസ്കാരം കൊണ്ട് ഉയർത്തപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സുജൂദിനെ അധികരിപ്പിച്ചു കൊള്ളുക. കാരണം ഒരു സുജൂദ് ചെയ്താൽ, അള്ളാഹ്ക്ക് ഒരു സുജൂദ് ചെയ്താൽ ആ സുജൂദ് കൊണ്ട് അള്ളാഹു പദവികൾ ഉയർത്തിത്തരും.
അതുപോലെ ആ സുജൂദ് കൊണ്ട് അള്ളാഹു തിന്മകളെ മായ്ച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സ്വർഗപ്രവേശനത്തിന് സാധ്യമാകും സുജൂദിലൂടെ എന്ന് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റബീഅ റളിയല്ലാഹു അൻഹു അവർ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം ഒരു രാത്രി കഴിച്ചുകൂട്ടി. പ്രവാചകന് വുളൂ ചെയ്യാനും അതുപോലെ തന്നെ വിസർജനത്തിനുമുള്ള വെള്ളവുമായി പ്രവാചകന്റെ അടുക്കലേക്ക് റബീഅ റളിയല്ലാഹു അൻഹു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, സൽ റബീഅ, താങ്കൾ ചോദിച്ചു കൊള്ളുക, താങ്കൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ചോദിച്ചു കൊള്ളുക, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന്. റബീഅ റളിയല്ലാഹു അൻഹുവിന് അവിടെ ചോദിക്കാമായിരുന്നു ദുനിയാവിലെ പല നേട്ടങ്ങളെ കുറിച്ചും സമ്പത്തിനെ കുറിച്ച്, അങ്ങനൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, പ്രവാചകരെ, സ്വർഗത്തിൽ താങ്കളോടൊപ്പമുള്ള സാമീപ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, അവോയിറദാലിക, ഇതല്ലാത്ത വേറൊന്നും നിനക്ക് ചോദിക്കാനില്ലേ റബീഅ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയേ, എനിക്കത് മാത്രം മതി, എനിക്ക് സ്വർഗത്തിൽ താങ്കളോടൊപ്പമുള്ള ആ ഒരു സഹവാസം, അതാണ് എനിക്ക് വേണ്ടത് എന്ന്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ സഹായിക്കണമെന്ന്. ധാരാളമായി സുജൂദുകൾ ചെയ്തോളൂ, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചോളൂ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന്. അപ്പൊ സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നമസ്കരിക്കുന്നവർക്കുണ്ടാകും എന്നുള്ളതാണ്. അടുത്ത നേട്ടം, പള്ളിയിലേക്കുള്ള നടത്തം എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഓരോ കാലടിക്കും കൂലിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് വുളൂക്കെ എടുത്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടത്? പള്ളിയിൽ മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടല്ല, കമ്മിറ്റി മീറ്റിംഗ് എന്ന് നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ലിയഖ്ലിയ ഫരീളതൻ മിൻ ഫറാഇല്ലാഹ്, നിർബന്ധ നമസ്കാരങ്ങളിൽപ്പെട്ട ഒരു നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പള്ളി കമ്മിറ്റി മീറ്റിംഗുകാരും വരണ്ടെന്നല്ലട്ടെ ഞാൻ പറഞ്ഞത്, അത് തെറ്റായി മനസ്സിലാക്കരുത്. നിർബന്ധ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാള് വന്നത് എങ്കിൽ കാനത്ത് ഖുത്വതാഉ ഹിദാഹുമാ, അവന്റെ കാൽപ്പാടുകളിൽ ഒരു കാൽപാദം തഹത്തു ഖതിഅതൻ, അവന്റെ തിന്മയെ മായ്ച്ചു കളയും, വൽ ഉഖ്റാ തർഫഉ ദറജതൻ, മറ്റേത് അവന് പദവികളും ഉയർത്തി കൊടുക്കുമെന്ന് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹജ്ജ് ചെയ്ത കൂലി എന്ന് ഹദീസിൽ കാണാൻ പറ്റും. പ്രവാചകൻ പറയാണ്, ഒരുത്തൻ വുളു എടുത്ത് വീട്ടിൽ നിന്ന് നിർബന്ധ നമസ്കാരത്തിനും വേണ്ടിയിട്ട് പുറപ്പെട്ടാൽ അവന് ഇഹ്റാം കെട്ടി ഹജ്ജ് ചെയ്ത ഹാജിയുടെ കൂലിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് ഫർള് നമസ്കാരത്തിന് പുറപ്പെട്ട ആൾക്ക്. സുന്നത്ത് നിസ്കാരത്തിന് പുറപ്പെട്ട ആളെ കുറിച്ചും പറഞ്ഞു, വമൻ ഖറജ ഇലാ തസ്ബീഹ് ളുഹാ, ളുഹാ നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരുത്തിന് പുറപ്പെട്ടെങ്കിൽ അവന് ഫാജിറു കാജിരിൽ മുഅ്തമിർ, ഉംറ ചെയ്തവന്റെ കൂലിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അവർക്ക് സ്വർഗത്തിൽ വിരുന്നൊരുക്കി വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ വദാ ഇലൽ മസ്ജിദി വറാഹ, ഒരുത്തൻ രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അഅ്തല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നത്തി കുല്ലമാ വദാ ഔ റാഅ, അവൻ രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴെല്ലാം അവന് സ്വർഗത്തിൽ ഒരു വിരുന്ന്, ഒരു സൽക്കാരം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ പരിപൂർണ പ്രകാശം പരലോകത്തവർക്കും ഉണ്ടാവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബശ്ശിരിൽ മശായീന ഫി ദുൽമി ഇലൽ മസാജിദ്, ഇരുട്ടത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം, അന്ത്യനാളിൽ അവർക്ക് പൂർണ്ണ പ്രകാശം ഉണ്ടാകുമെന്ന്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അല്ലെ. ഓരോ നമസ്കാരവും അതുവരെയുള്ള പാപങ്ങൾക്കുള്ള പരിഹാരം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നമസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും കൂലി. വുളൂ ചെയ്താൽ
പാപങ്ങൾ പൊറുക്കപ്പെടും. അല്ലെ, മൻ തവല്ല അഹ്സനൽ വുളൂഅ, ആരെങ്കിലും വുളു നന്നായി ചെയ്ത് അവന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖറജത്ത് ഖത്തായാഉ മിൻ ജസദി, അങ്ങനെ വുളു നന്നാക്കി ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗത്തു നിന്നും പാപങ്ങൾ പുറത്തേക്ക് പോകും. ഈ വുളു ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ നഖത്തിന്റെ താഴെ ഭാഗത്തു നിന്ന് വരെ പാപങ്ങൾ പോകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കൈകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാലുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വുളു ചെയ്യുന്നതിലൂടെ പുറത്തു പോകും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വുളുവിന്റെ ശേഷമുള്ള ആ ഒരു പ്രാർത്ഥന കൊണ്ട് സ്വർഗപ്രവേശനം സാധ്യമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആരെങ്കിലും ഒരാൾ വുളു നന്നായി ചെയ്ത് പൂർണ്ണമാക്കി വുളു എടുത്ത് പിന്നെ അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ഇഷ്ടമുള്ളതിലൂടെ അവന് പ്രവേശിക്കാൻ പറ്റുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നമസ്കാരത്തിന് കാത്തിരുന്നാൽ പോലും അതിന് കൂലിയുണ്ട് എന്ന് അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജമാഅത്തായി കൊണ്ട് നിർവഹിച്ചാൽ 27 ഇരട്ടി അതിന് പ്രതിഫലമാണ്. മലക്കുകളുടെ പ്രാർത്ഥന അവർക്കുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ നീ അവന് സമാധാനം നൽകണേ, അവന് കാരുണ്യം നൽകണേ എന്ന് നമസ്കാരത്തിൽ കാത്തിരിക്കുന്ന സമയത്ത് മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ, അതിനൊക്കെ കൂലിയുണ്ട്. 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മുമ്പ് വിശദീകരിച്ചതാണ്. അവർക്ക് സ്വർഗത്തിൽ ഒരു ഭവനം തയ്യാറാക്കി വെക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നമസ്കാരം ശരിയാകണം എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ഒരാൾ നിസ്കരിച്ചാൽ അയാളെ നമസ്കാരത്തിന്റെ 10-1 രേഖപ്പെടുത്തൂല. ഇല്ല അത് ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു 9-1, 8-1, 7-1, 6-1, 5-1, റുബൂഹ, സുലുസുഹ, നിസ്ഫുഹ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. 4-1, 3-1, അതുപോലെ തന്നെ അതിൻ്റെ പകുതി എന്നിങ്ങനെയൊക്കെയാണ് രേഖപ്പെടുത്താന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. അതിനെന്ത് വേണം? നമസ്കാരം പൂർണ്ണ ഇഖ്ലാസോട് കൂടിയിട്ട് നിസ്കരിക്കണം, ആത്മാർത്ഥമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെ നമസ്കരിക്കണം. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തെ നാം എപ്പോഴും സൂക്ഷിക്കുക, അതിനെ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരാൻ ഇനി അധിക നാൾ ബാക്കിയില്ല. റമളാനിൻ്റെ തൊട്ടു മുമ്പുള്ള ഷഅബാൻ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപാട്
പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഷഅബാൻ. ഷഅബാൻ മാസത്തെക്കുറിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും പല തെറ്റിദ്ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ മാസത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. ഈ മാസത്തിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ആദ്യം സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മാസത്തിൽ കർമ്മങ്ങളൊക്കെ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ ഉയർത്തപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ മാസത്തിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ കൂടുതലായി കൊണ്ട് നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. ഷഅബാനിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് പ്രവാചകൻ നോമ്പനുഷ്ഠിച്ച വേറെ മാസം ഉണ്ടായിട്ടില്ല. ഫൈനഹു കാന യസൂമു ശഅബാന കുല്ലഹു. ഷഅബാനിൽ മുഴുവനായി പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു. അതിന് വിശദീകരണം കാണാം. ഗാലിബു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ദിവസങ്ങളിൽ, വളരെ കുറച്ച് ദിവസങ്ങളൊഴികെ ബാക്കി പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് പ്രവാചകന്റെ പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഷഅബാൻ 15 അന്ന് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പുണ്യമുണ്ട് എന്ന് പറയുകയും ആ ദിനത്തിൽ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്നൊരു നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് ആ ഷഅബാൻ 15 അന്ന് നോമ്പ് നോൽക്കാം. എങ്ങനെ? ബറാഅത്ത് നോമ്പ് എന്ന നിയ്യത്തല്ലാതെ എല്ലാ മാസങ്ങളിലും, അറബി മാസങ്ങളിൽ 13, 14, 15 തീയതികളിൽ അയ്യാമുൽ ബീളിന്റെ നോമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അതുപോലെ ഷഅബാൻ 15 ഒരു തിങ്കളോ വ്യാഴോ ആണ് എങ്കിൽ അതിന് സുന്നത്ത് നോമ്പുണ്ട് ആ ദിവസങ്ങളിൽ. അങ്ങനെ എന്ത് ചെയ്യാം? നോമ്പ് അനുഷ്ഠിക്കാം ഈ ഒരു നിയ്യത്ത് വെച്ച്. അതുപോലെ ദാവൂദ് നബിയുടെ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. ദാവൂദ് നബി ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് വീക്ഷിച്ച് പിന്നെ അടുത്ത ദിവസം നോമ്പെടുക്കും. ഇങ്ങനൊക്കെ നോമ്പെടുക്കുമ്പോൾ അത് ഷഅബാൻ 15 വന്നാൽ പ്രശ്നമില്ല. ഇങ്ങനെ പ്രവാചകൻ ചെയ്തതുപോലെ ഷഅബാനിന്റെ ഭൂരിഭാഗം ദിവസങ്ങളിലും പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു. ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാം. അല്ലാതെ ബറാഅത്ത് നോമ്പ് എന്നുള്ള ഒരു നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിയ്യത്തോടു കൂടി ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഷഅബാൻ 15 അന്ന് ഒരു സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ഒരു നിസ്കാരം, 100 റക്അത്ത് നമസ്കാരം നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. 5 വക്ത് നിസ്കാരം നിർവഹിക്കാത്തതിൽ പോലും ഇത്തരം ബിദ്അത്തുകൾ എന്തെയും ചെയ്യാൻ മുൻപന്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു നിസ്കാരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ഖുർആൻ പാരായണം, യാസീനോദ, അതൊന്നും പ്രവാചകൻ പഠിപ്പിച്ചതല്ല. എല്ലാ ദിവസവും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഖുർആൻ പാരായണവും സുന്നത്ത് നമസ്കാരമൊക്കെ നിർവഹിക്കുക എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കർമ്മവും നമ്മൾ ദീനിൽ ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിന്റെ പ്രത്യേകതയായി എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നോ അതെല്ലാം നമ്മൾ ജീവിതത്തിൽ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബഹുമാന്യനായ പണ്ഡിതൻ എം മുഹമ്മദ് മദനി ഇന്നലെ
നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാപണ്ഡിതൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിലെ അദാബിൽ നിന്ന് അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലിലൂടെ ഉണ്ടായ നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ആദർശ ബന്ധുക്കൾക്കുമെല്ലാം ഉണ്ടായ നഷ്ടം അള്ളാഹു നികത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.